സദ്ഗുരുവേ ശരണം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംശയം ചോദിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ, അതെങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡൗട്ട് കംപ്ലീറ്റ്ലി നമ്മൾ തീർക്കാൻ പോവാണ്. സോ ആർ യു റെഡി? Then let's get started. So welcome to English Guru's brand new episode. I am Ashalada Srijith. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ പറയാം, ഈ ബീൻ എന്ന് പറയുന്ന വേർഡിന് ഒരുപാട് അർത്ഥങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ ആണ്, ഉണ്ട്, പോയിരിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നമുക്ക് ബീൻ യൂസ് ചെയ്ത് പറയാൻ പറ്റും. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐ ആം ഹിയർ എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? ഐ ആം ഹിയർ. പക്ഷേ ഞാൻ ഇന്നലെ മുതൽ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ സംഗതി മാറും. അപ്പോൾ നമ്മൾ ആം എന്ന് പറഞ്ഞാൽ പോരാ, ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് യെസ്റ്റർഡേ എന്ന് പറയണം. അപ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അതായത് ഇന്നലെ മുതലാണ്. അപ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങി നമ്മൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഐ ആം ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് ആ ഒരു സെന്റൻസിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ, അതായത് സിൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഫോർ എന്ന് പറയുന്ന ഒരു വേർഡ് ഒരു സെന്റൻസിൽ വരണമെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കണം? ഈ ഹാവ് ബീൻ ഉപയോഗിക്കും. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലോ, ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 2 days എന്ന് പറഞ്ഞാൽ മതി. അപ്പം നീ ഇവിടെ എത്ര നേരമായിട്ടുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ, ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ എന്ന് സിമ്പിളായിട്ട് ചോദിക്കാം. ഇനി ഞാനൊരു ആക്ടർ ആണ് എന്നെങ്ങനെ പറയും? ഐ ആം ആൻ ആക്ടർ. ഞാൻ 5 വർഷമായിട്ട് ഞാൻ ആക്ടറാണ് എന്ന് പറയുമ്പോഴോ, ഐ ഹാവ് ബീൻ ആൻ ആക്ടർ ഫോർ 5 years എന്ന് പറയണം. ഇനി പോയിട്ടുണ്ട് എന്നുള്ളൊരർത്ഥം ഈ ഹാവ് ബീനിനും ഹാസ് ബീനിനും ഉണ്ട്. ഞാൻ പാരീസിൽ പോയിട്ടുണ്ട്, എപ്പോഴോ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു പാരീസ് ബിഫോർ. ഇനി അയാൾ പോയിട്ടുണ്ടെന്നാണെങ്കിലോ അല്ലെങ്കിൽ അവൻ പോയിട്ടുണ്ടെന്നാണെങ്കിലോ പെട്ടെന്ന് നമ്മൾ ഹാസിലേക്ക് അങ്ങ് മാറണം. ഹി ഹാസ് ബീൻ ടു പാരീസ് ബിഫോർ. സിമ്പിൾ അല്ലേ? ഞാൻ ഡൽഹിയിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു ഡൽഹി 3 times. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നോ നമ്മൾ പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിൽ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ സമയം പറയുന്നില്ലല്ലോ. ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം പറയാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ ഹാവ് ബീൻ ടു ഡൽഹി 3 times. എത്ര പ്രാവശ്യം പോയി എന്നൊക്കെ പറയാം, പക്ഷെ പോയ സമയം നമ്മൾ പറയില്ല. സമയം പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണം, ഐ വെന്റ് ടു ഡൽഹി ലാസ്റ്റ് ഇയർ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പറയാണ്, ഞാനിങ്ങനെ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പറയും? ഐ ഹവ് ബീൻ ടു ദി ഓഫീസ്. അത് പോയിട്ട് നമ്മളിപ്പോൾ തിരിച്ചങ്ങ് വന്നില്ലേ, ആ തിരിച്ചു വന്നത് കൊണ്ടാണ് നമ്മൾ ഐ ഹാവ് ബീൻ ടു ദി ഓഫീസ് എന്ന് പറഞ്ഞത്. ഇനി ഇപ്പോൾ വൈഫും കുട്ടികളൊക്കെ എവിടെ? അവർ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു, അവരും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ദേ ഹാവ് ബീൻ ഫോർ ഷോപ്പിംഗ് എന്ന് പറയണം. ദേ ഹാവ് ഗോൺ ഫോർ ഷോപ്പിംഗ് എന്ന് ഇവിടെ പറയരുത്. ദേ ഹാവ് ഗോൺ ഫോർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ വീട്ടിലുണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് ദേ ഹാവ് ഗോൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹാവ് ഗോൺ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയി എന്നുള്ള അർത്ഥമാണ്, തിരിച്ചു വന്നു എന്ന് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവർ പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? ദേ ഹാവ് ബീൻ ഫോർ ഷോപ്പിംഗ്. ആ കാറൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ദ കാർസ് ഹാവ് ബീൻ വാഷ്ഡ്. പാക്കേജ് വീട്ടിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്ന് വഴിയിൽ വെച്ച് നമ്മുടെ പോസ്റ്റ്മാൻ നമ്മളോട് പറയാണ്, ദ പാക്കേജ് ഹാസ് ബീൻ ഡെലിവേർഡ്. അപ്പൊ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന ആള് പറയാണ്, ദ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് സർ, ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. ആ പ്രശ്നം പരിഹരിച്ചു കേട്ടോ എന്ന് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് വന്ന് പറയാണ്, ദ ഇഷ്യൂ ഹാസ് ബീൻ റിസോൾവ്ഡ്. അപ്പോൾ ഇപ്പോൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കാം. ഹാസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. നിന്റെ ബുക്സ് എൻ്റെ കയ്യിലുണ്ട് എന്നെങ്ങനെ പറയും? യുവർ ബുക്സ് ആർ വിത്ത് മീ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ 2 ദിവസമായിട്ട് നിന്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണമെങ്കിലോ, യുവർ ബുക്സ് ഹാവ് ബീൻ വിത്ത് മീ ഫോർ 2 days. ഇനി നിന്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാൻ, യുവർ ബുക്ക് ഇസ് വിത്ത് മീ. നിന്റെ ബുക്ക് 2 ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാനോ, യുവർ ബുക്ക് ഹാസ് ബീൻ വിത്ത് മീ ഫോർ 2 days. അപ്പൊ ഇവിടെ ഹാസ് ബീനും ഹാവ് ബീനും ഉപയോഗിക്കാൻ കാര്യം എന്താണ്? അവിടെ ആദ്യത്തിൽ യുവർ ബുക്ക്, അപ്പൊ അത് സിംഗുലർ ആണ്. അപ്പൊ അവിടെ യുവർ ബുക്ക് ഇസ് വിത്ത് മീ എന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഈസിന് പകരം ഹാസ് ബീൻ. രണ്ടാമത്തതിൽ യുവർ ബുക്സ് ആർ വിത്ത് മീ, അവിടെ ബുക്സ് ആയതുകൊണ്ട് നമ്മൾ ആർ എന്ന് പറഞ്ഞു. അപ്പോൾ ആർ വന്നത് കൊണ്ട് തന്നെ അത് പ്ലൂറലായി. അപ്പോൾ യുവർ ബുക്സ് ഹാവ് ബീൻ വിത്ത് മീ ഫോർ 2 days എന്ന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ പറയുന്നു.
ഇനി നോക്കൂ, ഞാനിപ്പോൾ അവിടെ ഇല്ല എന്ന് നമുക്ക് ഒരാളോട് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഐ എം നോട്ട് ദെയർ എന്ന് പറയുന്നു. പക്ഷെ ജൂൺ മുതൽ ഞാൻ അവിടെ ഇല്ല എന്നെങ്ങനെ പറയും? ഐ ഹാവ് നോട്ട് ബീൻ ദെയർ സിൻസ് ജൂൺ. അവിടെ നോട്ടും കൂടെ ചേർക്കണം. നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ നോട്ട് ചേർക്കും. സോ ഐ ഹാവ് നോട്ട് ബീൻ ദെയർ സിൻസ്. അവൻ അവിടെ ഇല്ല, ഹി ഈസ് നോട്ട് ദെയർ. ഒരാഴ്ചയായിട്ട് അവൻ അവിടെ ഇല്ല എന്ന് പറയണമെങ്കിലോ, ഹി ഹാസ് നോട്ട് ബീൻ ദെയർ ഫോർ എ വീക്ക്. ഇപ്പൊ ദുബായിലാണെന്ന് പറയാൻ ഐ ആം ഇൻ ദുബായ് നൗ. പക്ഷെ 10 വർഷമായിട്ട് ദുബായിലുണ്ടെന്ന് പറയാൻ ഐ ഹാവ് ബീൻ ഇൻ ദുബായ് ഫോർ 10 years. അപ്പൊ ഇവിടെ ഹാവ് ബീൻ എന്ന് പറയാൻ കാര്യം ഇപ്പോഴും നമ്മൾ ദുബായിലാണ്. 10 വർഷം മുമ്പ് തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഫോർ 10 years ഐ ഹാവ് ബീൻ ഇൻ ദുബായ്. ഞങ്ങൾ ഡ്രൈവേഴ്സ് ആയിട്ട് ഇപ്പൊ 10 വർഷമാകുന്നു. വി ഹാവ് ബീൻ ഡ്രൈവേഴ്സ് ഫോർ 10 years. കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ക്ലർക്ക് അല്ല. ഐ ഹാവൻ ബീൻ എ ക്ലർക്ക് സിൻസ് ലാസ്റ്റ് ഇയർ. അവൾക്ക് ഒട്ടും സന്തോഷമില്ലെന്ന് എങ്ങനെ പറയും? ഷീ ഈസ് വെരി അൺഹാപ്പി. 2 ദിവസമായിട്ട് അവൾക്ക് ഒരു സന്തോഷമില്ല എന്ന് എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ അൺഹാപ്പി ഫോർ 2 days. അപ്പൊ ഈ എക്സാമ്പിൾസ് എല്ലാം നല്ല മനസ്സിരുത്തി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കോളും. ഇനി വല്ല കൺഫ്യൂഷനും ഇനിയും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. So see you in the next video. Until then, you take care. Sadguru Eshwar.